ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. അപ്പോൾ NMMSുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ഒരു സംശയം ക്ലിയർ ചെയ്യാനാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. അഥവാ NMMSന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? ഒരുപാട് കുട്ടികളോട് നമ്മളോട് നേരിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നതാണ്, സാർ എത്ര മാർക്ക് കിട്ടണം NMS വാങ്ങാൻ, അല്ലെങ്കിൽ എത്ര മാർക്ക് നേടിയാൽ ഇന്ന ജില്ലയിൽ NMMS നേടാം. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, NMMSന്റെ കട്ട് ഓഫ് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. അഥവാ ഓരോ ജില്ലക്കും, മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് ആയിരിക്കില്ല കോഴിക്കോടിൻ്റെതിനായിരിക്കില്ല കണ്ണൂരിന്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓരോ വർഷത്തെയും കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് അത് എഴുതുന്ന കുട്ടികളെയും പരീക്ഷാ പേപ്പറിന്റെ ടഫ്നെസ്സിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താണ് സാർ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 14 ജില്ലകളുടെയും കട്ട് ഓഫ് ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പത്തനംതിട്ട ജില്ലയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അഥവാ പത്തനംതിട്ടയിലെ ഒരു കുട്ടിക്ക് NMMS കിട്ടാൻ 115 മാർക്ക് മതിയായിരുന്നു. എന്നാൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്ന ജില്ല ഏതാ? ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറമായിരുന്നു. മലപ്പുറത്തെ ഒരു കുട്ടിക്ക് NMMS കിട്ടണമെങ്കിൽ 140 മാർക്ക് വേണമായിരുന്നു. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് കഴിഞ്ഞ വർഷം 115 ആണ്, ഏറ്റവും ഹയസ്റ്റ് 140 ആണ്. ദെൻ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഇടയിലാണ്. തിരുവനന്തപുരത്ത് 124, മറ്റൊരു കൊല്ലത്ത് 123, ആലപ്പുഴയിൽ 120, കോട്ടയത്ത് 121, ഇടുക്കിയിൽ 119, എറണാകുളത്ത് 122, തൃശ്ശൂരിൽ 130, പാലക്കാട് 128. കോഴിക്കോട് കണ്ടില്ലേ, മലപ്പുറമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അവസാനം ഒരിത്തിരി 2 മാർക്കിന് പുറകെ പോയി 138, വയനാട്ടിൽ 123, കണ്ണൂരിൽ 131, അതുപോലെ തന്നെ കാസർഗോഡ് 126. അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന 3 ജില്ലകൾ ഏതൊക്കെയാ? അയൽവാസികളായിട്ടുള്ള കോഴിക്കോടും കണ്ണൂരും അതുപോലെ തന്നെ മലപ്പുറത്തുമാണ് ഏറ്റവും നടക്കുന്നത്, കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇതിൽ SC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് മാർക്ക് കുറവ് മതി NMMS നേടാൻ, ST കുട്ടികൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടി മാർക്ക് മതി NMMS നേടാൻ. അതുപോലെ തന്നെ ഫിസിക്കലി വീക്ക് ഓർ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എന്തുണ്ട്, ഒരു റിസർവേഷൻ ഉണ്ട്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം, ഇതേ മാർക്ക് ആയിരിക്കില്ല അടുത്ത വർഷത്തെ കട്ട് ഓഫ്. ഓരോ വർഷവും NMSന്റെ കട്ട് ഓഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് മനസ്സിൽ വേണം, എൻ്റെ ജില്ലയിലെ കട്ട് ഓഫ് എത്രയാണോ അതിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ നേടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ NMMSന്റെ പഠനം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ എല്ലാ ആൾക്കാരും നന്നായി പഠിക്കുക. ഈ വർഷത്തെ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് തകർക്കാം.